ശനി. വലിയ ഹൈപ്പായിരുന്നു മോദിയുടെ ഗ്യാരണ്ടിക്ക് ആദ്യം മുതലുണ്ടായത്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. എടാ, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അവള് ശരിയല്ലാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവള് പാവമാണ്, കുടുംബിനിയാണ്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സമാധാനമല്ല. BJP എങ്ങനെ 400 സീറ്റ് നേടും? BJPക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടിയില്ലേ എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിച്ചിരുന്നു. അത് പോട്ടടാ പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? തെരഞ്ഞെടുപ്പിലെ 4 ഘട്ടം പൂർത്തിയാകുമ്പോൾ തന്ത്രങ്ങൾ പാളിയ ആശങ്കയിലാണ് BJP. എല്ലാരും വിളിച്ചു. മോദി ഇഷ്ടപ്പെടുന്ന സംഖ്യകളല്ലാത്ത സാധാരണക്കാരാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. മോദി ഇഷ്ടപ്പെടുന്ന സംഖ്യകളല്ലാത്ത സാധാരണക്കാരാണ് മോദിയുടെ യഥാർത്ഥ ശക്തി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. എടാ, പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല എന്നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. മോദി വർഗീയതയെ ആയുധമാക്കുന്നത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മറ്റേ സെറ്റ് പഴയ കാലം പുതിയതാ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാവുന്നത് വിപണിക്കാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? അതിശക്തമായ വർഗീയ പ്രചരണം നടത്തുന്നത് വലിയ തിരിച്ചടിയായി മാറുന്നു. പറഞ്ഞു കേട്ടില്ലടി? ചേട്ടനോടല്ലേ പറഞ്ഞേ? അതിശക്തമായ വർഗീയ പ്രചരണം നടത്തുന്നത് വലിയ തിരിച്ചടിയായി മാറുന്നു. ഇക്കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല. ആരുടെ കയ്യില്? ഞങ്ങളുടെ കയ്യില്. മോദിയുടെ ഗുജറാത്തിൽ പോലും ജാതി ഒരു പ്രധാന ഘടകമായി മാറുന്നു. മൈ ഗോഡ്. പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ജാതി അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ശിവസേനയെയും NCPയെയും പിളർത്തി മഹാരാഷ്ട്രയിൽ BJP നടത്തിയ നീക്കങ്ങൾ തിരിച്ചടിയായി മാറുന്നു. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലും സ്വാധീനമുള്ള കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ജയിലിൽ അടച്ചത് അമിതാധികാരത്തിന്റെ പ്രയോഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? അങ്ങനെ ഇടക്കാല ജാമ്യം കിട്ടി കെജ്രിവാൾ പുറത്തു വന്നാൽ കെജ്രിവാൾ അഴിച്ചുവിടാൻ പോകുന്ന പ്രചരണം വലിയ തിരിച്ചടിയായി മാറുമെന്ന് BJP ഭയപ്പെടുന്നു. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ തന്ത്രങ്ങളെല്ലാം അവസാന നിമിഷം പിഴയ്ക്കുന്നതും നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം കുറയുന്നതുമായ സാഹചര്യത്തിലേക്ക് BJP നീങ്ങുന്നു എന്നതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കുതന്ത്രങ്ങളിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളുമൊക്കെ BJPക്ക് തന്നെ തിരിച്ചടിയാവുന്ന അവസ്ഥ രൂപപ്പെടുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിലൊരു പോക്കേ